Hi everyone, welcome to another video from Teachers Academy. ഇന്ന് നമുക്ക് OET സ്പീക്കിങ്ങിനെ പറ്റി സംസാരിക്കാം. OET സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് 2 റോൾ പ്ലേ കാർഡ്സ് ആണ് ചെയ്യാനുള്ളത് അല്ലേ? അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണേലും ചിലപ്പോൾ OET സ്പീക്കിങ്ങിൽ 320, 340 അതായത് C+ൽ വന്ന് നിൽക്കും. ബി ഗ്രേഡിലോട്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. എന്തുകൊണ്ട് അവർക്ക് സ്കോർ കിട്ടാത്തത്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ എന്നല്ല OET ഇവാലുവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് OET ക്രൈറ്റീരിയ അനുസരിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് OET സ്പീക്കിംഗ് ക്രൈറ്റീരിയനെ പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യാം. OET സ്പീക്കിങ്ങിനെ നമുക്ക് 2 ബ്രോഡ് ക്രൈറ്റീരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ, സെക്കൻഡ് വൺ ഈസ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ലാംഗ്വേജ് പ്രോപ്പർട്ടീസ് ആണ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെൻ്റ് ആണ് അവിടെ നടത്തുന്നത്. ബട്ട് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ OET സ്പീക്കിംഗ് ബൈ നേഴ്സസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അവിടെ നേഴ്സസ് എങ്ങനെ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്നു എന്നതിനെ വെച്ചിട്ടാണ് അവിടെ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. ഇപ്പം ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ തന്നെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിലെ ഫസ്റ്റ് വൺ ഇൻ്റലിജിബിലിറ്റി. മലയാളത്തിൽ പറഞ്ഞാൽ വ്യക്തത. അതായത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ്, അതുപോലെ തന്നെ മദർ ടങ് ഇൻഫ്ലുവൻസസ്, ചില അഫ്ലിക്ഷൻസ്, ഇതിനെയൊക്കെയാണ് ഇവിടെ സ്കോർ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് വരും തോറും, അതായത് നമ്മുടെ വ്യക്തത കുറയും തോറും നമുക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് 1 to 6 എന്നുള്ള ഒരു രീതിയിലാണ് മാർക്ക് പോകുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്ലുവൻസി. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്പീഡിൽ സംസാരിക്കണം. ഗോയിങ് ടു ഫാസ്റ്റ്, ഗോയിങ് ടു സ്ലോ, അതാണ് ഫ്ലുവൻസിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഫില്ലേഴ്സാണ്. ഈ ആൻഡ് ഓക്കെ എന്നൊക്കെയുള്ള റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഫില്ലർ പോലെ ഉപയോഗിക്കും. തിങ്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഇട്ട് സൗണ്ട് ഇട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫ്ലുവൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഈസ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. വെൽ, നമ്മുടെ റോൾ പ്ലേ കാർഡിൽ വി ആർ നേഴ്സ്, റൈറ്റ്? നമുക്ക് നേഴ്സിൻ്റേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കണം. Interlocutor can take up any roles. He can be patient bystander. അപ്പം പുള്ളിക്ക് വരുന്ന ഇമോഷൻസ് ക്യാൻ ബി ഓഫ് എനിത്തിങ്. ഹി ക്യാൻ ബി ആംഗ്രി, സാഡ്, നമ്മുടെ അടുത്ത് റൂഡായിട്ട് പെരുമാറാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് വി ഷുഡ് ഓൾവേസ് കീപ് അവർ പ്രൊഫഷണൽ ഡിഗ്നിറ്റി. ആൻഡ് OET സ്പീക്കിങ്ങിൽ ഇതിനെയാണ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെഡിക്കൽ എത്തിക്സിനനുസരിച്ച് രീതിയിൽ സംസാരിക്കണം. അതോടൊപ്പം മെഡിക്കൽ ജാർഗൻസ് ഉപയോഗിക്കാനും പാടില്ല. പേഷ്യൻ്റ് രീതിയിൽ വേണം സംസാരിക്കാൻ. നെക്സ്റ്റ് ഈസ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. ഇതിൽ ഒബ്വിയസ്ലി ജസ്റ്റ് ലൈക്ക് ദ നെയിം സജസ്റ്റ് ഗ്രാമർ വരും. സോ ഗ്രാമാറ്റിക്കലായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന എറേഴ്സ് ഇവിടെയാണ് മാർക്ക് പോകുന്നത്. അതുകൂടാതെ നമ്മുടെ ഇൻ്റർലോക്യൂട്ടർ നമ്മളടുത്ത് പറയുകയാണ് ഐ എം ഹാവിങ് സിവിയർ ഹെഡ് ഏക്ക്, നോസിയ ആൻഡ് വോമിറ്റിംഗ്. അപ്പം നമ്മൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയരുത്. ദാറ്റ് ജസ്റ്റ് ലൈക്ക് യു മെൻഷൻ യു ആർ ഹാവിങ് നോസിയ ആൻഡ് ഹെഡ് ഏക്ക് ആൻഡ് വോമിറ്റിംഗ് എന്ന് തിരിച്ച് പറയരുത്. റിപ്പീറ്റ് ബാക്ക് ചെയ്യുന്നതും ഇവിടെ നമുക്ക് സ്കോർ കുറയാൻ കാരണമാകുന്നുണ്ട്. പോരാത്തതിന് വൊക്കാബുലറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൊക്കാബുലറി ഉപയോഗിച്ചാണ് സംസാരിക്കാൻ. സിനോണിംസ് ഉപയോഗിക്കാൻ മറക്കരുത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. വി ഹാവ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ലെഫ്റ്റ്, ബട്ട് ഫോർ ദാറ്റ് ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.